മരം വീണ് ഗതാഗത തടസ്സമുണ്ടായതിനെ തുടർന്ന് പാലോട് ഇടിഞ്ഞാർ റോഡ് നാട്ടുകാർ ഉപരോധിക്കുന്നു. ഇന്ന് രാവിലെ ഒരു മരത്തിന്റെ ചില്ല റോഡിലേക്ക് വീണതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. കഴിഞ്ഞ മാസം ബൈക്കിൽ പോയ യാത്രക്കാരുടെ ദേഹത്ത് മരം ഒടിഞ്ഞു വീണ ഒരാൾ മരിച്ചിരുന്നു. ഇന്ദുലേഖ രേണു ഉണ്ട്. ഇന്ദു, ഈ റോഡിൽ മരങ്ങൾ ഭീഷണിയായി നിൽക്കുന്നുവെന്ന് നാട്ടുകാരുടെ പരാതി നേരത്തെയുള്ളതാണോ? അതേ മാധു, കുറച്ചധികം നാളുകളായി നാട്ടുകാർ ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ പാലോട് ഇടിഞ്ഞാർ റോഡാണ് നാട്ടുകാർ ഉപരോധിക്കുന്നത്. കഴിഞ്ഞ മാസം ബൈക്കിൽ പോയ യാത്രക്കാരുടെ ദേഹത്ത് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ മരം ഒടിഞ്ഞു വീണ് ഒരാൾ മരിച്ചിരുന്നു. അന്ന് തന്നെ ഈ റോഡിലേക്ക് അപകടമായി നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകൾ മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വനം വകുപ്പ് യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല, മരം മുറിച്ചു മാറ്റിയിരുന്നില്ല. ഇന്ന് രാവിലെയും ഇതുപോലെ തന്നെ ഒരു സംഭവം ആവർത്തിച്ചു. റോഡിന്റെ നടുവിലേക്ക് ഒരു മരച്ചില്ല ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഇത് ഭാഗ്യം കൊണ്ട് ആർക്കും അപകടമൊന്നും സംഭവിച്ചില്ല. വാഹനങ്ങൾ ആ സമയത്ത് ആ വഴി പോകാതിരുന്നത് വലിയൊരു ഭാഗ്യമായി. നാട്ടുകാർ ഇതിനെ തുടർന്ന് വീണ്ടും പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. വനംവകുപ്പ് ഉടൻ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. വനംവകുപ്പുമായി ചർച്ച നടത്തിയെങ്കിലും അതൊരു വാഗ്വാദത്തിലേക്ക് കടക്കുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് ഈ പാലോട് ഇടിഞ്ഞാർ റോഡിലേക്കുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള മങ്കയം വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ പ്രൈമൂർ എന്നീ സ്ഥലത്തേക്കുള്ള ഒരു പ്രധാന പാതയാണിത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കുമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്.